ആരാധനയിലെ എൻ്റെ കൂടെ നിങ്ങൾ എത്രമാത്രം ചെലവഴിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത്രമാത്രം പ്രാപ്തിയുള്ളവരായിട്ട് മാറും. It's a blessing. It's a promise. ഈശോയുടെ വലിയ സ്നേഹത്തിന് പകരമായി നമ്മുടെ സ്നേഹം ഈശോ ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ ആ മഹാസാന്നിധ്യത്തിന് പകരമായി നമ്മുടെ സാന്നിധ്യം ഈശോ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈശോയെ ആരാധിക്കുന്ന ഓരോ നിമിഷവും കൂട്ടിവെച്ച് അത് വലിയ ഒരു കൃപയായി മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ വേണ്ട വിധത്തിൽ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സമയം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപയുടെ ഒരു കുത്തൊഴുക്കിന്റെ മഹാതരംഗം രൂപപ്പെടുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈശോയുടെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്, എല്ലായ്പ്പോഴുമുണ്ട്. പക്ഷേ അവിടുത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളില്, സമയങ്ങളില് അവിടുത്തെ സാന്നിധ്യം മഹത്വത്തോടുകൂടെ പ്രത്യക്ഷപ്പെടും. ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപയുടെ ഒരു കുത്തൊഴുക്കുണ്ടാകും. If you are willing to adore him, if you are willing to praise him, worship him, അവിടത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും കീർത്തനം പാടാനും നീ തയ്യാറായാൽ ഈശോയുടെ ആ സാന്നിധ്യത്തിൽ നിന്ന് കൃപയുടെ ഒരു വലിയ പ്രവാഹമുണ്ടാകും. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ കേൾക്ക്. യേശുനാമം വിളിക്കുമ്പോൾ ഈശോയുടെ ആ